ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ എവരിവൺ എ വിന്നർ. എല്ലാ കൂട്ടുകാരും ക്ലാസ്സൊക്കെ കണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചു അല്ലേ, സമരരീതിയുടെ അടിസ്ഥാനത്തിൽ ദേശീയ പ്രസ്ഥാനത്തെ 3 ഘട്ടങ്ങളായിട്ട് തിരിക്കാം അല്ലേ, പഠിച്ചു അല്ലേ. അതിലാദ്യത്തേത് ഏതായിരുന്നു? മിതവാദ ദേശീയതയുടെ കാലഘട്ടം. രണ്ടാമത്തേത് തീവ്ര ദേശീയതയുടെ കാലഘട്ടം. മൂന്നാമത്തേത് ഗാന്ധിയൻ കാലഘട്ടം. അതിലാദ്യത്തെ മിതവാദ ദേശീയതയുടെ കാലഘട്ടം നമ്മൾ പഠിച്ചു അല്ലേ, ഏതായിരുന്നു? 1885 മുതൽ 1905 വരെയുള്ള കാലഘട്ടമായിരുന്നു മിതവാദ ദേശീയതയുടെ കാലഘട്ടം. എന്തായിരുന്നു പ്രത്യേകത? ഈ നേതാക്കന്മാർക്ക് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ലഭിച്ചവരായിരുന്നു അല്ലേ. ആരൊക്കെയായിരുന്നു പ്രധാനപ്പെട്ട നേതാക്കന്മാർ? ദാദാഭായ് നവറോജി, ഗോപാലകൃഷ്ണ ഗോഖലെ, ബദ്രുദ്ദീൻ ദയാബ്ജി, ഫിറോസ് ഷാ മേത്ത എന്നിവരായിരുന്നു അല്ലേ. ഇനി ഇവരുടെ സമരരീതികൾ എങ്ങനെയായിരുന്നു? സമാധാനപരമായിട്ടുള്ള നിയമങ്ങൾക്ക് ഉള്ളിൽ നിൽക്കുന്ന ഒരു സമരരീതിയായിരുന്നു അല്ലേ, അക്രമങ്ങളൊന്നുമില്ലാതെ. എങ്ങനെ? അവരുടെ പരാതികളിലൂടെയും അതുപോലെ തന്നെ പ്രമേയങ്ങളിലൂടെയും പ്രതിഷേധങ്ങളിലൂടെയും പൊതു ആവശ്യങ്ങൾ ബ്രിട്ടീഷ് സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താനാണല്ലേ അവർ ശ്രമിച്ചത്. അതുപോലെ തന്നെ നമ്മൾ ചോർച്ചാ സിദ്ധാന്തം പഠിച്ചു അല്ലേ. എന്തായിരുന്നു ചോർച്ചാ സിദ്ധാന്തം? ദാദാഭായ് നവറോജിയുടെ പ്രധാന സംഭാവനയാണ് ചോർച്ചാ സിദ്ധാന്തം. എന്താണ്? നമ്മളുടെ ഇന്ത്യയിലെ സമ്പത്ത് കൊള്ളയടിക്കുക എന്നുള്ളതാണ് ആ ഒരു ചോർച്ചാ സിദ്ധാന്തത്തിൽ പ്രതിപാദിക്കുന്നത് അല്ലേ. പിന്നെ നമ്മൾ എന്ത് പഠിച്ചു? ബംഗാൾ വിഭജനം പഠിച്ചു അല്ലേ. ബംഗാളിലെ ആൾക്കാർ എങ്ങനെയായിരുന്നു? സഹോദരന്മാരെ പോലെ ആയിരുന്നു ജീവിച്ചിരുന്നത് അല്ലേ. അങ്ങനെ നിൽക്കുന്ന ബംഗാൾ ഒരു ശക്തിയാണെന്ന് ആർക്ക് മനസ്സിലായി? ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് മനസ്സിലായില്ലേ. ഈ സാഹചര്യത്തിൽ വൈസ്രോയി ആയിരുന്ന കൾസൺ പ്രഭു 1905 ബംഗാളിനെ വിഭജിച്ചു അല്ലേ. ഇനി ഈ ഒരു വിഭജനം വലിയ ആളിക്കത്തിൽ തന്നെ ഉണ്ടായി അല്ലേ. അവരെങ്ങനെയൊക്കെ അതിന് എതിർത്തു? പ്രതിഷേധ യോഗങ്ങൾ സംഘടിപ്പിച്ചു, വിദേശ വസ്തുക്കൾ വിൽക്കുന്ന കടകൾ ഉപരോധിച്ചു, വിദേശ വസ്ത്രങ്ങൾ തീയിട്ട് നശിപ്പിച്ചു, സ്വദേശി ഉൽപ്പന്നങ്ങളുടെ ഉപയോഗത്തിന് പ്രേരിപ്പിച്ചു, ഇംഗ്ലീഷുകാർക്കെതിരെ പ്രകടനങ്ങളും പൊതുയോഗങ്ങളും സംഘടിപ്പിച്ചു. Friends, we studied that based on the style and strategies of the agitations, the national movement can be divided into 3 phases. First one, the period of moderate nationalism. Second, the period of extreme nationalism. Third one, Gandhian era. The first one, the period of moderate nationalism. The period from 1885 to 1905 was of moderate nationalism. Main leaders are who were Dadabhai Navroji, Gopalakrishna Gokhale, Badruddin Dayabji, Firoz Shah Mehta. These are the main leaders. And the leaders of this period were English educated. Okay, their policy was to bring the common problems and demands to the notice of the British government by means of petitions, resolutions and protests. Okay, then we studied drain theory. Drain theory is the major contribution of Dadabhai Navroji. Okay, it was mainly in the form of salary, taxes and gift. There was a drain of wealth from India to England during the colonial rule. Then we see the partition of Bengal. In 1904, Secretary of Home Affairs Russelli observed Bengal united its power. Bengal divided people several different ways. One of our main objectives is to split and thereby weaken a solid body of opponents to your rule. Then Lord Curzon divided Bengal in 1905. And how did the people of Bengal protest against the partition? They were organized protest meetings, picketed shops that sold foreign goods, then promoted the use of Indian products, organized marches and public meetings against the British. Then the period of agitations followed by the partition of Bengal brought a new turn in the national movement, and it was known as the period of extreme nationalism. The main leaders are Balagangadhara Tilak,
Bipin Chandra Pal and Lala Lajpat Rai. They were jointly known as Lal, Pal, Pal. Lala Lajpat Rai, Bal Gangadhar Tilak, Pal Bipin Chandra Pal. Then the activities of these leaders won countrywide attention and inspired the mass. Bal Gangadhar Tilak was the chief spokesman of the extreme nationalism. He was reserved as Lokamanya. The two newspapers he started were Maratha and Kesari. The two newspapers are Maratha and Kesari. He made the famous slogan, what is Swaraj is my birthright and I must have it. Swaraj is my birthright and I must have it. ഇനി ബംഗാൾ വിഭജനവും തുടർന്നുണ്ടായ സമരങ്ങളൊക്കെ നമ്മൾ പഠിച്ചുല്ലേ. ഈ ദേശീയ പ്രസ്ഥാനത്തെ പുതിയൊരു ഘട്ടത്തിലേക്ക് നയിച്ചു. ഈ കാലഘട്ടമാണ് തീവ്ര ദേശീയതയുടെ കാലഘട്ടം എന്ന് അറിയപ്പെടുന്നത്. ബാലഗംഗാധര തിലക്, ബിപിൻ ചന്ദ്രപാൽ, ലാലാ ലജ്പത് റായ് എന്നിവരായിരുന്നു ഇതിൻ്റെ പ്രധാന നേതാക്കന്മാർ. ഈ കൂട്ടുകെട്ടിനെ എന്താ വിളിച്ചിരുന്നത്? ലാൽ, പാൽ, ബാൽ കൂട്ടുകെട്ട് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ലാൽ എന്ന് പറഞ്ഞാൽ ലാലാ ലജ്പത് റായ്, പാൽ ബിപിൻ ചന്ദ്രപാൽ, ദെൻ ബാൽ ഏതായിരുന്നു? ബിപിൻ ചന്ദ്രപാൽ, ദെൻ ബാലഗംഗാധര തിലക്, ബിപിൻ ചന്ദ്രപാൽ, ലാലാ ലജ്പത് റായ്. ഇനി ഇവരുടെ പ്രവർത്തനങ്ങൾ, അതായത് തീവ്രദേശീയവാദികളുടെ പ്രവർത്തനങ്ങൾ ദേശീയ തലത്തിൽ തന്നെ ആകർഷണം നേടിക്കൊടുത്തു. അതുപോലെ തന്നെ ജനതയെ പ്രചോദിപ്പിക്കുകയും ചെയ്തു. ഇനി ബാലഗംഗാധര തിലക് തീവ്രദേശീയതയുടെ മുഖ്യ വക്താവായിരുന്നു. ലോകമാന്യ എന്ന് ജനങ്ങൾ ആദരവോടെ അദ്ദേഹത്തെ വിളിച്ചു. ലോകമാന്യ എന്ന് അറിയപ്പെടുന്നതാരാ? ബാലഗംഗാധര തിലക്. ഇനി അദ്ദേഹം 2 പത്രങ്ങൾ ആരംഭിച്ചു. ഇതൊക്കെയായിരുന്നു മറാത്തയും കേസരിയും. അദ്ദേഹം ആരംഭിച്ച ബാലഗംഗാധര തിലക് ആരംഭിച്ച 2 പത്രങ്ങളായിരുന്നു മറാത്തയും കേസരിയും. ഇനി അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രസിദ്ധമായൊരു പ്രഖ്യാപനമുണ്ട്. എന്താണ്? സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും. സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും എന്നത് ബാലഗംഗാധര തിലകിൻ്റെ പ്രസിദ്ധമായ പ്രഖ്യാപനമാണ്. പട്ടിക നോക്കൂ. മിതവാദി നേതാക്കന്മാരും തീവ്രദേശീയ നേതാക്കന്മാരും. മോഡറേറ്റ് ലീഡേഴ്സ് ആൻഡ് എക്സ്ട്രീമിസ്റ്റ് ലീഡേഴ്സ്. ആരൊക്കെയായിരുന്നു മിതവാദി നേതാക്കന്മാർ? ഗോപാലകൃഷ്ണ ഗോഖലെ, ദാദാഭായ് നവറോജി, ബദറുദ്ദീൻ തയ്യാബ്ജി, ഫിറോസ് ഷാ മെഹ്ത. തീവ്രദേശീയ നേതാക്കന്മാർ ആരൊക്കെയായിരുന്നു? ബാലഗംഗാധര തിലക്, ലാലാ ലജ്പത് റായ്, ബിപിൻ ചന്ദ്രപാൽ. അടുത്തത് എന്തായിരുന്നു? സർവേന്ത്യ മുസ്ലിം ലീഗ്. അതായത് ബംഗാൾ വിഭജന വിരുദ്ധ സമര കാലഘട്ടത്തിലാണ് ഇന്ത്യയിൽ സർവേന്ത്യ മുസ്ലിം ലീഗ് രൂപം കൊണ്ടത്. 1906 ധാക്കയിൽ വെച്ച് ആഗാ ഖാനും നവാബ് സലീമുള്ള ഖാനും ചേർന്നാണ് ഈ സംഘടന രൂപീകരിച്ചത്. 1906 ധാക്കയിൽ വെച്ച് ആഗാ ഖാനും നവാബ് സലീമുള്ള ഖാനും ചേർന്നാണ് ഈ സംഘടന രൂപീകരിച്ചത്. ഏതായിരുന്നു? സർവേന്ത്യ മുസ്ലിം ലീഗ്. The All India Muslim League was formed by Aga Khan and Nawab Salimullah Khan in Dhaka in 1906 during the movement against the partition of Bengal. അടുത്ത നമ്മൾ പോകുന്നത് സൂറത്ത് പിളർപ്പ് അല്ലേ. ഈ ബംഗാൾ വിഭജന വിരുദ്ധ സമരങ്ങളുമായി ബന്ധപ്പെട്ട് ദേശീയ പ്രക്ഷോഭം ശക്തിപ്പെട്ടു. നമ്മൾ പഠിച്ചു അല്ലേ. ഈ കാലഘട്ടത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനകത്ത് മിതവാദികളും തീവ്രവാദികളും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം വർദ്ധിച്ചു. ബംഗാൾ വിഭജന വിരുദ്ധ സമയത്ത് ദേശീയ പ്രക്ഷോഭം ശക്തിപ്പെട്ടു. ഈ ഒരു കാലഘട്ടത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനകത്ത് മിതവാദികളും തീവ്രവാദികളും തമ്മിൽ അഭിപ്രായ വ്യത്യാസം വർദ്ധിച്ചു. 1907 കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ സമ്മേളനം സൂറത്തിലാണ് നടന്നത്. 1907 കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ സമ്മേളനം എവിടെയാണ് നടന്നത്? സൂറത്തിലാണ് നടന്നത്.
സമ്മേളനത്തിൽ കോൺഗ്രസ് പിളരുകയും ദേശീയ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി ദുർബലപ്പെടുകയും ചെയ്തു. എന്താണ് ഈ ഒരു ബംഗാൾ വിഭജനത്തിൻ്റെ ഭാഗമായിട്ട് സമരങ്ങളൊക്കെ ആകെ ആളി കത്തിയെന്ന് നമ്മൾ പഠിച്ചൂലേ. ഈ ഒരു സമയത്ത് മിതവാദികൾക്കിടയിലും തീവ്രവാദ ദേശീയ നേതാക്കന്മാർക്കിടയിലും എന്താണ് അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നു. എന്തായിരിക്കും അതിന് കാരണം? മിക്കവാറും മിതവാദ ദേശീയ എങ്ങനെയായിരുന്നു? അവർ അക്രമങ്ങളൊന്നുമില്ലാതെ നിയമങ്ങൾക്കുള്ളിൽ നിന്നിട്ടുള്ള പ്രവർത്തനങ്ങളായിരുന്നു അല്ലേ. പ്രമേയങ്ങളിലൂടെയും പ്രതിഷേധങ്ങളിലൂടെയും പരാതികളിലൂടെയും ഒക്കെ ആയിരുന്നു അല്ലേ. ദേശീയം എന്ന് പറഞ്ഞെങ്കിൽ തീവ്രമായിട്ടുള്ള അവർക്ക് എന്താണ് ലോകശ്രദ്ധ തന്നെ പിടിച്ചു പറ്റാൻ പറ്റി. അപ്പോൾ താൽക്കാലികമായിട്ട് എന്താണ് അവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായതിനെ തുടർന്ന് എന്താണ് സൂറത്ത് സമ്മേളനത്തിൽ വെച്ച് കോൺഗ്രസ് പിളർന്നു. അതുപോലെ തന്നെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി ദുർബലപ്പെട്ടു. ഫ്രണ്ട്സ്, നെക്സ്റ്റ് Surat split. The national movement became stronger with the agitations against the partition of Bengal. In this period, there was growing difference of opinion between the moderates and the extremists. It led to the split in the Congress at its All India session of Surat in 1907. It temporarily weakened the activities of the national movement. Next one, Home Rule movements. The Congress supported Britain in the First World War with the hope that India would be granted autonomy after the war. During this time, the Home Rule movements led by Annie Besant and Bal Gangadhar Tilak kept the national movement alive. The Irish lady who was attracted to the Indian culture and took Indian citizenship in 1893. She started the Home Rule movement in 1960. അടുത്തത് ലക്നൗ സന്ധി. ഹോം റൂൾ പ്രസ്ഥാനം സജീവമായി നിൽക്കുന്ന സമയത്താണ് 1916 ഇന്ത്യയിൽ നാഷണൽ കോൺഗ്രസിൻ്റെ ലക്നൗ സമ്മേളനം നടന്നത്. സൂറത്ത് സമ്മേളനത്തിൽ വഴിപിരിഞ്ഞു പോയ മിതവാദികളും തീവ്രദേശീയവാദികളും ഒന്നിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. കൂടാതെ സർവേന്ത്യ മുസ്ലിം ലീഗുമായി സഹകരിച്ച് ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങൾ സംഘടിപ്പിക്കാനും തീരുമാനിച്ചു. സൂറത്ത് സന്ധിയിൽ വെച്ചിട്ട് മിതവാദികളും ദേശീയവാദികളും അഭിപ്രായ വ്യത്യാസമുണ്ടായി താൽക്കാലികമായിട്ട് പിളർന്നു അല്ലേ. പക്ഷേ ഏത് സമ്മേളനത്തിൽ ലക്നൗ സമ്മേളനം നടന്നതിൽ വഴി പിരിഞ്ഞു പോയ മിതവാദികളും തീവ്രദേശീയവാദികളും എന്താണ് ഒന്നിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. കൂടാതെ സർവേന്ത്യ മുസ്ലിം ലീഗുമായി സഹകരിച്ച് ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്തു. Lucknow Pact. The Lucknow session of the Indian National Congress was held in 1960 when the Home Rule movements were active. The moderates and extremes who split in the Surat session decided to give up their difference of opinion and join together. They also decided to cooperate with the All India Muslim League in the anti-British agitations. So നമ്മൾ എന്തൊക്കെ പഠിച്ചു? സ്വരാജ് ഈസ് മൈ ബർത്ത് റൈറ്റ്. ഫേമസ് സ്ലോഗൻ ബാലഗംഗാധര തിലക്. The two newspapers he started were Maratha and Kesari. The main leaders of extreme nationalism were Lala Lajpat Rai, Balagangadhara Tilak, Bipin Chandra Pal. Then All India Muslim League and Surat split. Home Rule movements, then Lucknow Pact. Okay. പട്ടിക നോക്കൂ. ഗോപാലകൃഷ്ണ ഗോഖലെ മോഡറേറ്റ് നാഷണലിസം, ബാലഗംഗാധര തിലക് എക്സ്ട്രീം നാഷണലിസം, അനി ബസന്റ് ഹോം റൂൾ മൂവ്മെൻറ്റ്, ആഗാ ഖാൻ ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ്. ഗോപാലകൃഷ്ണ ഗോഖലെ മിതവാദ ദേശീയതയുടെ നേതാവാണ്. ബാലഗംഗാധരത്തിലെ തീവ്രദേശീയതയുടെ ആനി ബസന്റ് ഹോം റൂൾ പ്രസ്ഥാനത്തിൻ്റെ ആഗാ ഖാൻ സർവേന്ത്യ മുസ്ലിം ലീഗ്. അപ്പം നമ്മളിന്ന് തീവ്രദേശീയതയെക്കുറിച്ച് പഠിച്ചു. അതുപോലെ തന്നെ പിന്നെ എന്തൊക്കെ പഠിച്ചു? നമ്മൾ ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ്, സർവേന്ത്യ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തനം പഠിച്ചു. സൂറത്ത് സ്പ്ലിറ്റ്, സൂറത്തിൻ്റെ പിളർപ്പിനെ കുറിച്ച് പഠിച്ചു. ഹോം റൂൾ മൂവ്മെൻറ്റ്സ്, ഹോം റൂൾ പ്രസ്ഥാനത്തെക്കുറിച്ച് പഠിച്ചു. ലക്നൗ സന്ധി അല്ലേ. നമ്മളിന്ന് ഇത്രയും കാര്യങ്ങളാണ് പഠിച്ചത്. നമുക്കിനി ഇന്നത്തെ പ്രവർത്തനം നോക്കാം.
ദേശീയ പ്രസ്ഥാനത്തിൽ മിതവാദികളുടെയും തീവ്രദേശീയവാദികളുടെയും പ്രവർത്തന രീതികൾ താരതമ്യം ചെയ്യുക. കമ്പയർ ദി സ്ട്രാറ്റജീസ് അഡോപ്റ്റഡ് ബൈ ദി മോഡറേറ്റ്സ് ആൻഡ് എക്സ്ട്രീമിസ്റ്റ്. The period from 1885 to 1905 was of moderate nationalism. The prominent leaders are Dadabhai Naoroji, Gopal Krishna Gokhale, Badruddin Tyabji and Firoz Shah Mehta. Their policy was to bring the common problems and demands to the notice of the British government by means of petitions, resolution and protest. Bal Gangadhar Tilak, Bipin Chandra Pal and Lala Lajpat Rai were the main leaders of extreme nationalism. The activities of these leaders won country-wide attention and inspired the mass. They were jointly known as Lal Bal Pal. Bal Gangadhar Tilak started 2 newspapers, Maratha and Kesari. He made the famous slogan, "Swaraj is my birthright and I must have it." 1885 മുതൽ 1905 വരെയുള്ള കാലഘട്ടം മിതവാദ ദേശീയതയുടേതായിരുന്നു. ഗോപാലകൃഷ്ണ ഗോഖലെ, ബദറുദ്ദീൻ തിയാബ്ജി, ഫിറോസ് ഷാ മേത്ത, ദാദാഭായ് നവറോജി തുടങ്ങിയവർ പ്രമുഖ നേതാക്കന്മാരായിരുന്നു. പരാതികളിലൂടെയും പ്രമേയങ്ങളിലൂടെയും പ്രതിഷേധങ്ങളിലൂടെയും ആവശ്യങ്ങൾ ബ്രിട്ടീഷ് സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഇവർ ശ്രമിച്ചത്. ബാലഗംഗാധര തിലക്, ബിപിൻ ചന്ദ്രപാൽ, ലാലാ ലജ്പത് റായ് എന്നിവരായിരുന്നു തീവ്ര ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാർ. ലാൽ പാൽ ബാൽ കൂട്ടുകെട്ട് എന്നാണ് ഇവർ അറിയപ്പെട്ടിരുന്നത്. തീവ്രദേശീയവാദികളുടെ പ്രവർത്തനങ്ങൾ ദേശീയ ശ്രദ്ധ ആകർഷിക്കുകയും ജനതയെ പ്രചോദിപ്പിക്കുകയും ചെയ്തു. ബാലഗംഗാധര തിലക് ആരംഭിച്ച 2 പത്രങ്ങളാണ് മറാത്തയും കേസരിയും. സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാൻ അത് നേടുക തന്നെ ചെയ്യും എന്നത് തിലകിൻ്റെ പ്രസിദ്ധമായ പ്രഖ്യാപനമാണ്. അപ്പോൾ ഈ ഒരു യൂണിറ്റ് ഇതോട് കൂടി കഴിഞ്ഞു. എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഉപകാരമാവുമെന്ന് വിചാരിക്കുന്നു. കൂട്ടുകാർക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനിയും വീഡിയോസ് കാണുന്നതിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.